തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ പെൻ ക്യാമറ സ്ഥാപിച്ചു എന്ന പരാതി ആശുപത്രി അധികൃതർ മൂടിവെച്ചത് 3 മാസമാണ്. പെൻ ക്യാമറ സ്ഥാപിച്ച രാജേഷ് KRനെതിരെ സെപ്റ്റംബർ 25-ാം തീയതിയാണ് ആദ്യ പരാതി കിട്ടുന്നത്. നടപടി ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3-ാം തീയതി ഫയൽ ഡയറക്ടർക്ക് കൈമാറി. പക്ഷേ നടപടി ഉണ്ടായില്ല. 24 ഫോളോ അപ്പ് MG പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുളിമുറിയിലും അതേപോലെയുള്ള സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്യാമറ സ്ഥാപിച്ചു വയ്ക്കുക. അപ്പോൾ ഇങ്ങനൊരു ക്യാമറ സ്ഥാപിച്ചു വെച്ച ആളിനെതിരെ ഒരു ആക്ഷൻ പോലും എടുക്കാൻ ഈ ഭരണസമിതികൾ തീരുമാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ്, പറയും. തീർച്ചയായും ഗുഡ് മോർണിംഗ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമ മുറിയിലാണ് പെൻ ക്യാമറ സ്ഥാപിക്കുകയും അതുവഴി ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തുകയും ചെയ്തത്. അത് ആ ലബോറട്ടറിയിലെ തന്നെ ജീവനക്കാരുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തി അത് ആ ലബോറട്ടറിയിലെ തന്നെ മറ്റൊരു ജീവനക്കാരനാണ് ഈ കൃത്യം നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ സംഭവം നടന്ന ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലും RCC ഡയറക്ടർക്കും വനിതാ ജീവനക്കാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഈ പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി വനിതാ ജീവനക്കാർ നൽകുന്നത്. തിരുവനന്തപുരം RCCയിലെ 9 വനിതാ ജീവനക്കാർ ഡയറക്ടർക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലും പരാതി നൽകുന്നു. സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ് ഈ പരാതി നൽകിയത്. ഈ പരാതി നൽകിയതിനു ശേഷം പിന്നീട് ഒക്ടോബർ 3-നാണ് തുടർ നടപടി സ്വീകരിക്കാനായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ ഫയൽ RCC ഡയറക്ടർക്ക് കൈമാറിയത്. പക്ഷേ ഈ ഫയൽ ഇത്രത്തോളം ഗുരുതരമായൊരു കുറ്റം നടന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും 2 മാസത്തോളം നടപടിയെടുക്കാതെ RCC ഡയറക്ടർ ഈ ഫയൽ വൈകിപ്പിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ വനിതാ ജീവനക്കാർ വീണ്ടും പരാതി നൽകുന്നു. അങ്ങനെയാണ് ഇത് ഒതുക്കി തീർക്കാനെന്ന പേരിൽ ആ ആരോപണം നേരിട്ട ഈ മെഡിക്കൽ ലബോറട്ടറിയിലെ ടെക്നീഷ്യനായ രാജേഷിനെ മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി ഉത്തരവിട്ടത്. അത് ഈ ടെക്നിക്കൽ ജീവനക്കാരനായ രാജേഷിനെ RCCയിലെ തന്നെ ക്യാഷ് കൗണ്ടറിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള വിചിത്ര നടപടിയാണ് RCC ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതാണ് വനിതാ ജീവനക്കാരെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യവും. കാരണം അത്രത്തോളം ഒരു ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിച്ചിട്ടും ഇതാണ് RCC ഡയറക്ടർ സ്വീകരിച്ച നടപടി എന്നതാണ് വനിതാ ജീവനക്കാർ വളരെ വേദനയോടുകൂടി തന്നെ അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടണമെന്നാണ് വനിതാ ജീവനക്കാരുടെ ആവശ്യം. ഒപ്പം ഈ ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ നേരത്തെയും പല പരാതികൾ ഇവർ നൽകിയിട്ടുണ്ട്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുക, മാനസികമായി പീഡിപ്പിക്കുക, ദ്വയാർത്ഥ പ്രയോഗം നടത്തുക തുടങ്ങിയ സ്ഥിരം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നും ഈ പരാതിയിൽ കൃത്യമായി വനിതാ ജീവനക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഇനി എന്തെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ട കാര്യം. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് വേണ്ടത്. മാത്രമല്ല SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വിശ്രമ മുറിയിൽ ഈ പെൻ ക്യാമറ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പരാതി പോലീസിനുൾപ്പെടെ കൈമാറേണ്ടതാണ്. അത്തരത്തിലൊരു നടപടിയും RCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല. SKN. ഓക്കെ, താങ്ക് യു.